സംബന്ധിച്ച് ഇപ്പോൾ സിബിൻ അത്രത്തോളം വേദനയോടെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ റോബിൻ ഈ പറഞ്ഞ പോലെ ഒരുപാട് ട്രോളുകൾ ഈ പറഞ്ഞ കണക്ക് ഇപ്പം അവർ പറഞ്ഞത് ഒരു റോബിനെ ഉണ്ടാക്കാൻ അറിയാമെങ്കിൽ 100 റോബിനെ ഉണ്ടാക്കാനും അറിയാം, അത് ഇല്ലാണ്ടാക്കാനും അറിയാം. ഞാൻ എന്ത് ചെയ്താലും എൻ്റെ അടുത്ത് പറയുന്നത് വക്കീൽ നോട്ടീസ് വീട്ടിൽ വരും, അത് ഇത് പിന്നെ എന്നെ ഇല്ലാണ്ടായി. ഞാൻ പറയില്ലേ, ഇപ്പോൾ എനിക്ക് വന്ന ഓരോ ഓഫേഴ്സ് ആണെങ്കിലും സിനിമ ഓഫേഴ്സ് ആണെങ്കിലും എൻ്റെ പേഴ്സണൽ ലൈഫിലാണെങ്കിലും എല്ലാത്തിലും അവർ ഇൻറ്റർഫിയർ ചെയ്യുന്നുണ്ടായിരുന്നു. ഇനി ഇതേപോലെ ആര് വന്നാലും അവരെന്ത് ചെയ്യും, ചാനലിനെക്കാട്ടി അല്ലെങ്കിൽ അവർ വിചാരിക്കുന്ന അത്രയും അതിനെക്കാട്ടി മുകളിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അവർ വെട്ടി വീഴ്ത്തും, അത്ര തന്നെ. അതിന് വരാതിരിക്കട്ടെ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞത് എനിക്ക് ഇഷ്ടമുള്ളതെങ്കിൽ ഞാൻ ജീവിക്കും, മനസ്സിലായി. എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യും. അത് അന്നും ഇന്നും അതുകൊണ്ടാണ് എനിക്ക് ഇവർ അഗൻസ്റ്റ് ആയത്, മനസ്സിലായില്ല. അവർ പറഞ്ഞ കാര്യത്തിന് ഞാൻ എന്ത് ചെയ്തില്ല, നിന്നില്ല. ആദ്യമൊക്കെ എനിക്കിത് അറിയത്തില്ല, കാരണം മീഡിയ അല്ലെങ്കിൽ ഈ കോർപ്പറേറ്റ് കമ്പനീസ്, ചാനൽസ്, ഇതൊന്നും എനിക്ക്. ഞാനൊരു സാധാരണ ഒരു ഡോക്ടറായിട്ട് ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിരുന്ന ഒരാളാണ്. അപ്പോൾ അതിൽ നിന്ന് തിരിച്ച് ഞാൻ കാണുന്ന എൻ്റെ ഡിഫറെൻ്റ് ആയിട്ട് ഒരു വേൾഡും കാര്യങ്ങളൊക്കെ. ഇതെനിക്ക് ആരുടെ ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല, കൂടെ ഇരിക്കുന്ന ആരെയും വിശ്വസിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് വന്നപ്പോഴത്തേക്ക് എനിക്കത് തനിയെ ഹാൻഡിൽ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ എൻ്റെ കയ്യിൽ നിന്നും ചില സമയത്തൊക്കെ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. അത് ഞാൻ എനിക്ക് എന്തെങ്കിലും പ്രോബ്ലം എൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് അക്സെപ്റ്റ് ചെയ്യും. കാരണം തെറ്റുകൾ എല്ലാവർക്കും പറ്റുന്നത്, മനസ്സിലായില്ല. ഞാൻ ഒരിക്കലും ഇതൊക്കെ പറയുന്നതുകൊണ്ട് ഞാൻ ഭയങ്കര പെർഫെക്റ്റ് ആണെന്നോ അല്ലെങ്കിൽ ഞാൻ ചെയ്ത എല്ലാ കാര്യങ്ങളും ശരിയാണെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. പക്ഷേ എൻ്റെ ഭാഗത്ത് ന്യായമുണ്ടായിരുന്നു. അത് പലരും വിശ്വസിച്ചിരുന്നില്ല. ഇപ്പോൾ ഓരോരുത്തരായിട്ട് വന്ന് വെളിപ്പെടുത്തുമ്പോഴത്തേക്ക് കാണുമ്പോൾ സന്തോഷം തോന്നുന്നുണ്ട്. ഇതേപോലത്തെ അനുഭവങ്ങൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ആർക്കും ഫേസ് ചെയ്യാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒറ്റ കാര്യമുള്ളൂ, ഇതിൽ നിന്ന് ഇറങ്ങുന്ന ആരെയും ഒരു കണ്ടസ്റ്റൻസിനെയും ഡിഗ്രേഡ് ചെയ്യാതിരിക്കുക. കാരണം അവർക്കൊരു ഫാമിലി ഉണ്ട്. പിന്നെ സോഷ്യൽ മീഡിയയിൽ ഈ കമൻറ്റ്സ് ഇടുന്ന ആൾക്കാർ ചിന്തിക്കുന്നത് നിങ്ങളെ വീട്ടിലുള്ള ആൾക്കാരെ പോലെ തന്നെയാണ് നമ്മൾ, മനസ്സിലായില്ലേ. നിങ്ങളുടെ ശരീരത്തിൽ ഒഴുകുന്ന രക്തം പോലെ തന്നെയാണ് നമ്മുടെ ശരീരത്തുള്ളത്. നമുക്കും വേദനിക്കും, നമുക്കും വിഷമിക്കും, മനസ്സിലായില്ലേ. അത് നിങ്ങൾക്ക് വരുമ്പോൾ മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യത്തുള്ളൂ, അത് മനസ്സിലാക്കത്തുള്ളൂ. സോ കമൻറ്റ് ചെയ്യുന്ന ആൾക്കാർ, ഞാൻ പല എൻ്റെ വീഡിയോസ് മാത്രമല്ല പലരുടെയും വീഡിയോസിൻ്റെ താഴെ പോയിട്ട് ഫേക്ക് ആയിട്ടുള്ള ഐഡീസിനും അല്ലാതെയൊക്കെ നെഗറ്റീവ് കമൻറ്റ്സ് ഇടുന്ന സമയത്ത് നിങ്ങളുടെ ലൈഫ് വെറുതെ കമൻറ്റ് ഇട്ട് വേസ്റ്റ് ആക്കാതെ ഇതേപോലെ ക്യാമറകൾ അല്ലെങ്കിൽ ഇതേപോലെ മീഡിയയൊക്കെ വന്ന് നിന്ന് മുന്നിൽ സംസാരിക്കാൻ പറ്റുന്ന ഒരു ലെവലിലേക്ക് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്ത് എത്തുക. എന്നിട്ട് നിങ്ങളത് സംസാരിച്ച് നിങ്ങളുടെ ലൈഫിൽ സക്സസ്. ഒരു ഡൗട്ട് ഉണ്ട്, നമ്മുടെ സിബിനെ 3-4 ദിവസം അവിടെ റൂമിൽ കൂട്ടിയിട്ട് മരുന്ന് കൊടുത്തു എന്ന് പറഞ്ഞു. ഇപ്പോൾ ഡോക്ടറായാലും 3-4 ദിവസം അങ്ങനത്തെ റൂമിൽ നിന്ന ഒരാളാണ്. അതെ. അപ്പോൾ ഡോക്ടർക്ക് ഇങ്ങനെ എന്തെങ്കിലും ഒരു മരുന്ന് അങ്ങനെ എന്തെങ്കിലുമൊക്കെ തന്നു? അങ്ങനെ ഇങ്ങനെ എന്തെങ്കിലും ഒരു മരുന്ന് ആ സമയത്ത് തന്നില്ല. എനിക്ക് മരുന്ന് കാര്യങ്ങളൊന്നും തന്നില്ല. ഞാൻ ഡോക്ടറല്ലേ. സോ അപ്പോൾ ഒബ്വിയസ്ലി എൻ്റെ അടുത്ത് ആ കാര്യം എന്ത് ചെയ്തില്ല, നടക്കത്തില്ല, മനസ്സിലായില്ലേ. പിന്നെ ഞാൻ പറഞ്ഞില്ല, എന്നെ ആ ഒരു 5 ദിവസം ആ സീക്രട്ട് റൂമിൽ ഇട്ടപ്പോൾ ഒബ്വിയസ്ലി നമുക്ക് 3ാമത്തെ ദിവസമൊക്കെ ആകുമ്പം ആ റൂമിൻ്റെ അകത്ത് നമ്മളെ മെൻ്റലി തകർക്കുകയാണ്. പക്ഷേ എന്നിട്ട് ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ എത്രമാത്രം ദിവസങ്ങൾ നിങ്ങൾ ഇതിനകത്ത് ഇട്ടാലും ഞാൻ തിരിച്ച് ഇതിൻ്റെ വിന്നറായിട്ടേ വരത്തുള്ളൂ എന്ന് ആ സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു. അതൊന്നും നടക്കാതിരുന്നപ്പോഴത്തേക്ക് അവരെന്ത് ചെയ്തു, സിമ്പിളായിട്ട് പിടിച്ച് പുറത്താക്കി. സോ കഴിഞ്ഞു പോയ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പോയി. ഇനിയുള്ളത് ഇനിയുള്ള കാര്യങ്ങൾ തിരുത്തുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സോ സിബിനാണെങ്കിലും ഇനി ഇതിൽ പലർക്കും ചിലപ്പോൾ ഇതേപോലെയുള്ള ബാഡ് എക്സ്പീരിയൻസസ് ഉണ്ടായിരിക്കും. അവർ എല്ലാവരും കൂടെ വിചാരിച്ചാൽ മാത്രമേ ഇത് മാറ്റാൻ പറ്റത്തുള്ളൂ. ഇനി കോർപ്പറേറ്റ് കമ്പനി എന്ന് പറഞ്ഞാലും ആരെന്ന് പറഞ്ഞാലും ഒരാൾ വിചാരിച്ചാലും ഇതൊക്കെ മാറ്റാവുന്നതേ ഉള്ളൂ, മനസ്സിലായില്ലേ. ഞാൻ ആദ്യം സംസാരിക്കാൻ ശ്രമിച്ചപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളത് അറ്റ്ലീസ്റ്റ് ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടെന്ന് നിങ്ങൾ ആരെങ്കിലുമൊക്കെ സപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ ഇന്ന് ഈ പറഞ്ഞ സിബിൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തി അല്ലെങ്കിൽ ഇതേപോലെ പലർക്കും ഇതേപോലത്തെ അവസ്ഥകൾ വരത്തില്ലായിരുന്നു, മനസ്സിലായില്ലേ. നാളെ ഇതാർക്കും വരാതിരിക്കാൻ ശ്രമിക്കട്ടെ. പിന്നെ തെറ്റ് കണ്ടു കഴിഞ്ഞാൽ പ്രതികരിക്കണം. അത് എൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ചൂണ്ടിക്കാണിക്കണം. ഇനി ആരുടെ മുന്നിൽ തെറ്റുണ്ടെങ്കിൽ ഞാൻ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യും. ഇവിടെ ആരും പെർഫെക്റ്റ് അല്ല, പക്ഷേ എല്ലാവരും നന്നായിരിക്കണമെന്ന് മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ. ബിഗ് ബോസിനെതിരെ ഇന്റർവ്യൂ കൊടുക്കാതിരിക്കാൻ സിബിന് ഡബിൾ പേയ്മെന്റ് കൊടുത്തിരുന്നു, അങ്ങനെ എന്തെങ്കിലും? ഇല്ല, ഞാൻ ഒരു ഇന്റർവ്യൂ കൊടുക്കാനും ഞാൻ പേയ്മെന്റോ കാര്യങ്ങളൊന്നും ഇന്നേ വരെ മേടിച്ചിട്ടില്ല, ഒരു ചാനലിൽ നിന്നും മേടിച്ചിട്ടില്ല. ബിഗ് ബോസ് മുകളിൽ നിന്ന് കിട്ടിയിരുന്നോ? അല്ല, എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു ഇന്ന ചാനലിലെ ഇന്റർവ്യൂ കൊടുക്കാവൂ, ഇന്ന ചാനലിനെ കൊടുക്കാൻ പാടില്ല. പക്ഷേ എനിക്ക് ശരിയെന്ന് തോന്നുന്ന ചാനൽസിനെല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ട്. മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് ഈ കാണുന്ന ചാനൽസിനും അറിയാവുന്ന കാര്യങ്ങളാണ്. ഞാൻ അതാ പറഞ്ഞത്. അല്ല, ഞാൻ പറഞ്ഞത് അതെ. അല്ല, ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം പലർക്കും അത് ഓരോരുത്തരുടെ കാഴ്ചപ്പാടനുസരിച്ചാണ്. ഇപ്പം ഞാൻ പറയുന്ന കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരുന്നു, അതെന്തുകൊണ്ട് പറയുന്നില്ല. ഇപ്പം എല്ലാവരും നമ്മളെ നെഗറ്റീവ് ആക്കി അല്ലെങ്കിൽ ഡിഗ്രേഡ് ചെയ്യാൻ ശ്രമിക്കും. ഞാൻ പറഞ്ഞില്ലേ, ഒരു 75 ചാനലുണ്ട് അല്ലെങ്കിൽ ഒരു 25 ചാനലുണ്ട്. ഇത്രയും പേര് കയറുന്നിട്ട് ഒരാളുടെ അഗേൻസ്റ്റ് ആയിട്ട് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അതിൻ്റെ താഴെ ഫേക്ക് ഐഡീസിൽ നിന്ന് ഒരു 25 ഫേക്ക് നെഗറ്റീവായിട്ടുള്ള കമൻറ്റ്സ് ഇട്ട് കഴിഞ്ഞാൽ 26ാമത്തെ കമൻറ്റ് ഇടുന്ന ഒരാൾ വേണോ വേണ്ടതെന്ന് തീരുമാനിക്കും, അല്ലേ. നെഗറ്റീവ് ഇടുമ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ പോയി പ്രതികരിക്കണോ വേണ്ട, അല്ലെങ്കിൽ ഒരു പോസിറ്റീവായിട്ട് ഒരു കാര്യം അറിയാനായിട്ട്
പറയാൻ നമ്മളെ കൊണ്ട് പറ്റത്തില്ല അല്ലേ, നമ്മൾ ചിന്തിക്കും വേണോ വേണ്ടത്. അതേപോലെ ആർക്ക് വേണമെങ്കിലും ഞാൻ പറയാം സോഷ്യൽ മീഡിയ നല്ലതാണ്, നല്ല രീതിയിൽ യൂസ് ചെയ്യാനാണെങ്കിൽ നല്ലതാണ്. പക്ഷേ നെഗറ്റീവായിട്ട് ആരെങ്കിലും ആരുടെയും ജീവിതം നശിപ്പിക്കാൻ വേണ്ടി എന്ത് ചെയ്യരുത്. ഇപ്പോൾ പലരുടെയും ക്യാപ്ഷൻസ് ഇപ്പോൾ എല്ലാവരും കുറേ പേര് ശ്രദ്ധിക്കുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് തന്നെ മനസ്സിലായി പലരും ഇപ്പോൾ മാറ്റുന്നുണ്ട്. പിന്നെ റോബിനേട്ടാ ഈ ജാസ്മിനെ ഫേവർ ചെയ്തിട്ട് ബിഗ് ബോസ് മുമ്പോട്ട് പോകുന്നത് അറിയത്തില്ല ബ്രോ, എനിക്ക് അതിനെ പറ്റി അറിയില്ല. അതല്ല സിബിന്റെ അച്ഛന് ഈ പറഞ്ഞ പോലെ അറ്റാക്ക് വന്നിരുന്നു, ജാസ്മിന്റെ അച്ഛനും വന്നിരുന്നു. പക്ഷേ ബിഗ് ബോസ് നേരിട്ട് ജാസ്മിന്റെ അച്ഛനായിട്ട് കോണ്ടാക്ട് ചെയ്തിരുന്നു, അങ്ങനെയൊക്കെ വരുന്നു. അപ്പോൾ ഇതിനകത്തിൽ ഒരാളോട് ഫേവർ ചെയ്യുന്ന പോലെ രീതിയിൽ സിബിൻ സംസാരിക്കില്ല. ബ്രോ, ഇതിൽ 1, 2, 3 പേരുണ്ട്, അവരാണ് ഈ കളിക്കുന്നത്. അവർ മാറിക്കഴിഞ്ഞാൽ നല്ല നല്ല ആൾക്കാർ വന്നു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊന്നുമില്ല, മനസ്സിലായില്ലേ? സോ അതിന് ഓരോ ദിവസമായിട്ട് പുറത്ത് വരട്ടെ. ഒരു സന്തോഷ കാര്യം പറയുകയാണെങ്കിൽ ആരതിക്കൂടെയായിട്ടുള്ള റോബിന്റെ കല്യാണ കാര്യം ഞാൻ പറയാം സെപ്റ്റംബറിൽ ഉണ്ടാവാൻ മാക്സിമം ചാൻസ് ഉണ്ട്. ഞാൻ നിങ്ങളെല്ലാവരും ഇൻവൈറ്റ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് താങ്ക് യു സോ മച്ച്. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. നമ്മുടെ വർഷങ്ങൾക്ക് ശേഷമല്ലേ അതിൽ റോബിന്റെ ഒരു റെഫറൻസ് വിജയ് ശ്രീനിവാസൻ എടുത്തിട്ടുണ്ടായിരുന്നു, അതിനെപ്പറ്റി എന്താ പറയാനുള്ളത്? കണ്ടിരുന്നോ? അളിയന് മനസ്സിലായി. അല്ല, അളിയന് മനസ്സിലായത് പോട്ടെ, വേറൊരു കാര്യം പറയാൻ. അതായത് പലരും ഈ പറഞ്ഞ പോലെ ഒരു ഗീവ് ആൻഡ് ടേക്ക് ഉണ്ട് സോഷ്യൽ മീഡിയയിൽ ഉള്ള കാര്യം തന്നെയാണ്. ഇപ്പൊ റോബിനാണെങ്കിലും റോബിൻ ഇറങ്ങിയ സീസണിൽ ഞാൻ ഒരുപാട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇറങ്ങി ആദ്യം മെസ്സേജ് അയച്ചു. പോവാൻ വേറൊരു കാര്യമുണ്ട്. ഈ നിൽക്കുന്ന മനുഷ്യന്റെ അടുത്ത് ഞാൻ ബിഗ് ബോസിന്റെ കാര്യം പറഞ്ഞപ്പോ ഇങ്ങനെ എനിക്കൊരു സാധനം അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതിനി പറയാലോ. അത് പറഞ്ഞോ? എനിക്ക് പോകാനായിട്ട് ഞാൻ പറഞ്ഞില്ലേ പോകാനായിട്ട് ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞു. അതിലേക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ പറയാം. പുള്ളിക്കാരൻ ബിഗ് ബോസിലേക്ക് പോകാൻ വേണ്ടി ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ പുള്ളിക്കാരൻ അതിലേക്കുള്ള ആ ഒരു സീസൺ 4 കഴിഞ്ഞിട്ട് സീസൺ 5ന്റെ തുടക്കത്തിൽ ഞാൻ ബിഗ് ബോസിൽ പോകണം എന്നുള്ള ആഗ്രഹം പറഞ്ഞ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൈമായ സമയത്ത് ഞാൻ റോബിന് നല്ല കണക്ഷനിലായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇറങ്ങി ഞങ്ങൾ സംസാരിച്ച സമയത്ത് റോബിൻ എനിക്ക് അതിൻ്റെ നമ്പേഴ്സും കാര്യങ്ങളും ഫോർമാറ്റ് റോബിൻ ഫസ്റ്റ് അയച്ചു കൊടുത്ത ആ ഒരു ഫോർമാറ്റൊക്കെ അയച്ചു തന്നിട്ട് സെയിം ഫോർമാറ്റിൽ ഒരു വീഡിയോ ഉണ്ടാക്കിയിട്ടാണ് ഞാൻ അയച്ചു കൊടുക്കുന്നത്. അതിനുശേഷമാണ് ഇതിൻ്റെ ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഓക്കെ, എന്തായാലും സീസൺ 6ലേക്ക് എന്താ പറയാ സീസൺ 6ലേക്ക് എന്താ പറയാ വൈൽഡ് കാർഡായിട്ട് പോകാൻ സാധിച്ചു. പിന്നെ 5 ലക്ഷം അല്ല, നീ 20 ലക്ഷം എടുത്തിട്ടായിരുന്നു വരേണ്ടിയിരുന്നത് അല്ലേ? പക്ഷെ കുഴപ്പമില്ല, 5 ലക്ഷം ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ആൻഡ് ചോദിക്കുന്നു നിങ്ങളാണ് ചോദിക്കുന്നത്. ഞാൻ സായിന്റെ കളി കണ്ടിട്ടില്ല, പക്ഷേ ചില വീഡിയോസ് കാണുമ്പോഴത്തേക്ക് രസകരമായിട്ട് തോന്നി, നല്ല ഫണ്ണായിരുന്നു. പിന്നെ എസ്പെഷ്യലി പുള്ളിക്കാരുടെ വൈഫിന്റെ എന്താ പറയാ പുള്ളിക്കാരിയുടെ എന്താ പറയാ, പക്ഷേ ജെന്യൂൻ ആയിട്ട് ചെയ്തു കേട്ടോ. ഹസ്ബൻഡ് ആണെന്നൊന്നും നോക്കിയില്ല, അതിൽ ഹാറ്റ്സ് ഓഫ്, ബിഗ് ഹാറ്റ്സ് ഓഫ്. സപ്പോർട്ടും ചെയ്യുന്നുണ്ട്, അറ്റ് ദി സെയിം ടൈം കൊടുക്കുന്നുണ്ടായിരുന്നു. അല്ല, റോബിൻ പറഞ്ഞിരുന്നല്ലോ സീക്രട്ട് ഏജന്റിന്റെ ഒരു ലൈവിൽ പറഞ്ഞില്ലല്ലോ മറ്റേ റിയാക്ഷൻ ചെയ്യണവരല്ല ബിഗ് ബോസ് ഹൗസിന്റെ ഉള്ളിൽ എന്ന് പറയുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു. ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളൂ, അറ്റ്ലീസ്റ്റ് അത്രയെങ്കിലും കൊടുക്കണ്ടേ ബ്രോ. എന്നെ പാസ്റ്റ് ഇറന്നും അതൊന്നും ഇതൊന്നും എല്ലാം പറയുമ്പോൾ അറ്റ്ലീസ്റ്റ് ഞാൻ നിങ്ങൾ രണ്ടുപേരും കൊടുക്കുന്നതിന് നല്ലൊരു മെസ്സേജ് അല്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് ആളുകളാണ്. അല്ല, ബേസിക്കലി ഇത്രേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ലേ നല്ലൊരു മെസ്സേജ് അല്ലേ? അത്രേ ഉള്ളൂ. എന്തോ ഓക്കെ, ഒരു മിനിറ്റ്. അല്ല, ഞാൻ ബേസിക്കലി അത്രേ പറയാനുള്ളൂ. സോഷ്യൽ മീഡിയയിൽ കാണുന്നതിനപ്പുറം പറഞ്ഞ രീതിയിൽ പേഴ്സണൽ ഗ്രഡ്ജോ കാര്യങ്ങളോ ഒന്നും ആരും തമ്മിലും ഇല്ല. എല്ലാവരും കാണുന്ന സമയത്ത് കെട്ടിപ്പിടിച്ച് സംസാരിച്ച് സന്തോഷം. അല്ല, ഇന്ന് തന്നെ ആക്ച്വലി എന്നെ റിവ്യൂ ചെയ്യുന്നതിൽ പല ചാനൽസും നേരിട്ട് ഇന്നാണ് കണ്ടത്. എൻ്റെ അടുത്ത് വന്നല്ലോ, ചേട്ടാ ഞാൻ ബ്രോയിനെ പറ്റി നെഗറ്റീവ് കുറേ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു അതൊക്കെ കുഴപ്പമില്ല ബ്രോ, ഇപ്പോൾ എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കണം, എന്നാലും എനിക്ക് തിരുത്താൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ അലറാറില്ല, ഭയങ്കര വലിയ രീതിയിൽ ലൗഡായിട്ട് സംസാരിക്കാറില്ല. അതൊക്കെ പലർക്കും ചിലപ്പോൾ കുറച്ചൊരിക്കലും അതൊരു പ്രശ്നമായിട്ട് തോന്നി. അപ്പോൾ ഞാൻ അല്ല, ഓരോ മനുഷ്യരും അയാളുടെ നെഗറ്റീവ് തിരിച്ചറിയുമ്പോഴല്ലേ. ഇപ്പോൾ സായാലും പറഞ്ഞിരുന്നു ബിഗ് ബോസിൽ പോയിട്ട് ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു, ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു എന്ന് പറഞ്ഞിരുന്നു. എക്സാക്ട്ലി. സീസൺ 4 റോബിൻ ഉണ്ടാക്കിയ ഒരു ഓളം പിന്നീട് ആർക്കും ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. ഒരേ ഒരു സെക്കൻഡ്, ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനെ വലിച്ചു കയറി സായി കൃഷ്ണ എന്നുള്ള ക്യാപ്ഷൻ ഞാൻ കണ്ടു. ജെറിനെ എല്ലാം കാണുന്നുണ്ട്. ഓക്കെ ആൻഡ് താങ്ക് യു സോ മച്ച്. ഓക്കെ, ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഒറ്റ കാര്യമേ ഉള്ളൂ. ഇതിലുള്ള കണ്ടസ്റ്റൻസ് ആണെങ്കിലും പിന്നെ ഇനി വരാൻ പോകുന്ന ഇറങ്ങുന്ന കണ്ടസ്റ്റൻസ് ആണെങ്കിലും ആർക്കും സൈബർ ബുള്ളിങ് മാക്സിമം ചെയ്യാതിരിക്കുക, ഡീഗ്രേഡ് ചെയ്യാതിരിക്കുക, സപ്പോർട്ട് ചെയ്യുക, അത്രേ ഉള്ളൂ. ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ബിഗ് ബോസിനെതിരെ ഒരുപാട്
പരാതികൾ ഓക്കെ ബൈ. ഇപ്പൊ സിബിൻ ഇതേപോലെ നമ്മൾ ക്യാമറയുടെ പറയണം. ഇപ്പൊ ഇന്നാണെങ്കിൽ സിബിൻ സിബിൻ ആണെങ്കിൽ ഇന്ന് പ്രസ് മീറ്റ് വിളിച്ചിട്ട് കാര്യങ്ങൾ ചോദിച്ചോ കാറിനകത്ത് മാത്രമല്ല ഇവിടെ നീ പറഞ്ഞു അതെ